കുർബാനയിൽ വെള്ളവും വീഞ്ഞും കൂട്ടിക്കലർത്തുന്ന ഒരു അനുഷ്ഠാനമുണ്ട്. കാഴ്ചവെപ്പിന്റെ സമയത്ത് അതിന് മുമ്പായിട്ട് കാസയിൽ കുറച്ച് വീഞ്ഞൊഴിക്കും, 2 തുള്ളി വെള്ളം ഒഴിക്കും, വെള്ളവും വീഞ്ഞും കൂട്ടിക്കലർത്തും. ഇവിടെ വീഞ്ഞ് ഈശോയെ സൂചിപ്പിക്കുന്നു, വെള്ളം നമ്മളെ സൂചിപ്പിക്കുന്നു. വീഞ്ഞും വെള്ളവും കൂടി കലരുന്ന പോലെ യേശുവും ഞാനും ഒന്നായി ചേർന്ന് ബലിയർപ്പിക്കണമെന്നാണ് സൂചന. ഞാൻ ഈ കാര്യം പ്രത്യേകമായിട്ട് അടിവരായിട്ട് പറയാണ്. അവിടെ വെള്ളം സൂചിപ്പിക്കുന്നത് എന്നെയാണ്, നമ്മളെയാണ്. വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, H2O എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ, ഒരു വാട്ടർ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ, HHO. അതുപോലെ ആ വാക്കുകളാണ് ഞാൻ ഉദ്ദേശിക്കുക. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുക ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്, HHO, 2 Hഉം ഒരു Oയും. ഞാനും നിങ്ങളും വെള്ളമാകണം എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ് ആകണം എന്ന് പറയുമ്പോൾ അവിടെ വീഞ്ഞ് ഈശോയെ സൂചിപ്പിക്കുന്നു. വീഞ്ഞിന്റെ കെമിക്കൽ ഫോർമുല ഇതല്ലെന്ന് എനിക്കറിയാമെങ്കിൽ ഞാനതിനൊരു കെമിക്കൽ ഫോർമുല കൊടുക്കുകയാണ്. H2A, നമ്മൾ H2O വെള്ളം. യേശുവിന് ഞാൻ H2A എന്ന് കൊടുക്കുകയാണ്. അതെന്താ അറിയാവോ? ഹെൽപ്പിംഗ് ഹാൻഡ് ടു ഓൾ. നമുക്ക് അങ്ങനെ പറ്റില്ല. നമ്മൾ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതർ. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുകയാണ് ഈശോ പറയുന്നത്. ഹു ഈസ് യുവർ നെയ്ബർ? യുവർ നെയ്ബർ ഈസ് not the one who is near to you. Neighbor is the one who is in need of you.